ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിന്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്താണെന്നുള്ളത് എടുത്തു പറയേണ്ട, എഴുതി വെച്ചിട്ടുണ്ട്. മേക്കിംഗ് യുവർ ഓൺ സ്റ്റഡി പ്ലാൻ ഫോർ RRB ALP 2026. RRB പരീക്ഷകൾ വർഷാവർഷം ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് ശേഷം ഏറ്റവും റെഗുലറായിട്ട് നടത്തപ്പെടുന്ന ഒരു പരീക്ഷയാണ് ALP എന്ന് പറയുന്നത്, 2026 ALP. അപ്പോൾ ഒരു പരീക്ഷ കഴിയുന്നതിന് മുൻപ് തന്നെ തൊട്ടടുത്ത പരീക്ഷയുടെ ഒരു അപ്ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് RRB തരുന്നുണ്ട്. അങ്ങനെ വന്നൊരു അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഓൾറെഡി നമ്മുടെ ചാനലിൽ, സൈലത്തിന്റെ SSC RRBയുടെ ചാനലിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് പോയിട്ടുണ്ട്. ഒരു ഷോർട്ട് നോട്ടീസ് നമുക്ക് വന്നു. അതിൽ ഏകദേശം ഒരു എക്സ്പെക്റ്റഡ് വേക്കൻസീസ് 11,100-ലധികമുള്ള വേക്കൻസിയെ പറ്റി അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നായിരിക്കാം നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു മെയ് മാസം പകുതിക്ക്, ഒരു മാസത്തോളം നമുക്ക് ആപ്ലിക്കേഷൻ സമയം ഉണ്ടാകും. അപ്പോൾ കൃത്യമായിട്ട് നടത്തപ്പെടുന്ന പരീക്ഷകളിൽ ഒന്നായിട്ട് RRB ALP മാറിയിട്ടുണ്ട്. RRB ALPയെ പറ്റി നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തുമാകട്ടെ, നിങ്ങൾക്കത് ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചോദിക്കാം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടതെന്നോ, ഇഫ് യു ആർ എ ബിഗിനർ, ടെക്നിക്കൽ ട്രേഡുകൾ കുറേ ഉണ്ടല്ലോ, അതിൽ ഏതൊക്കെ എടുക്കാൻ പറ്റുമെന്നോ, അങ്ങനെ എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓരോരോ സംശയങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഓൾറെഡി കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അജയ് മാഷിൻ്റെ ക്ലാസ്സൊക്കെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഓടിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RRB എന്ന് പറയുന്ന പരീക്ഷ ഇത്രയും സ്റ്റേജുകളിലാണ് നടക്കുന്നത്. RRB ALP പരീക്ഷ ഒരു CBT 1 ഉണ്ടാവും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ഉണ്ടാവും, നമ്മുടെ ടയർ 1 പോലെ, പ്രിലിംസ് പോലെ. അത് പാസ്സായി കഴിഞ്ഞാൽ CBT 2 ഉണ്ടാകും. അതിനുശേഷമാണ് നമ്മൾ ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത് CBAT, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ 2 സ്റ്റേജുകളാണ് കടക്കാൻ ബുദ്ധിമുട്ട്. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ ഇതിന്റെ മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കാരണം നിങ്ങളൊരു ലോക്കോ പൈലറ്റ് ആണ് ആകാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിന്റെ മെഡിക്കൽ എക്സാമിനേഷൻ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കണ്ടീഷൻസ് കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക കേട്ടോ. ഓക്കെ, എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാമെന്ന് പറയുന്നതിന് മുന്നേ ഇതിൽ ഏറ്റവും ഫോക്കസ് ഉള്ള വിഷയങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ടയർ 1 എന്ന് പറയുന്നതിന് നമുക്ക് 75 ചോദ്യങ്ങളാണുള്ളത്. ഒരു ചോദ്യത്തിന് ഒരു ചോദ്യം വീതം 75 മാർക്കാണുള്ളത്. ഈ പരീക്ഷ നടക്കുന്നത് 1 മണിക്കൂർ, അതായത് 60 മിനിറ്റിലാണ്. അതായത് നമുക്ക് ഒരു ചോദ്യത്തിന് 1 മിനിറ്റ് ഇല്ല എന്നുള്ള മനസ്സിലാക്കണം. ഇതിൽ സ്വല്പം വേദനയോടെ പറയട്ടെ, ഞാൻ പഠിപ്പിക്കുന്ന ജനറൽ നോളജ് ഉൾപ്പെടുന്ന ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിനാണ് ഏറ്റവും പ്രാധാന്യം കുറവ്. 10 മാർക്കാണുള്ളത്. 10 മാർക്ക്, വെറും 10 മാർക്ക് എന്ന് പറയുന്നില്ല, 10 മാർക്ക്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനറൽ സയൻസിനെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. യൂഷ്വലി SSC പരീക്ഷകൾക്കൊക്കെ ജനറൽ അവയർനെസ്സിനകത്ത് വരുന്ന ഒരു ഏരിയ ആണല്ലോ ജനറൽ സയൻസ്. ഇവിടെ അങ്ങനെയല്ല, ഇതിനെ സെപ്പറേറ്റ്ലി ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ നിന്ന് 20 ചോദ്യം, ഓക്കെ, റീസണിങ്ങിൽ നിന്ന് 25 ചോദ്യം. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം CBT 1 റീസണിംഗ് ആണ്, പിന്നെ QAയും ജനറൽ സയൻസും ആണ്. അതിനുശേഷമാണ് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ പ്രാധാന്യത്തിനനുസരിച്ചായിരിക്കണം നമ്മുടെ സ്റ്റഡി പ്ലാൻ. സിലബസ് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. സിലബസിന്റെ ഡീറ്റെയിൽ ഡിസ്കഷനൊക്കെ ക്ലാസ്സുകളിൽ നടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ജനറൽ അവയർനെസ്സിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കുക, വളരെ എന്താ പറയുക, ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമുക്ക് തന്നിട്ടില്ല. ഹിസ്റ്ററി, പോളിറ്റി, എക്കണോമിക്സ്, ജോഗ്രഫി അങ്ങനെ തന്നിട്ടൊന്നുമില്ല. ഓവറോൾ തന്നിട്ടുണ്ട്. ചില വിഷയങ്ങൾ മെൻഷൻ ചെയ്തിട്ട് പോലും ഇല്ല. എന്നാൽ അവിടെ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഹിസ്റ്ററി എന്ന് എടുത്ത് വേണ്ട ഏഷ്യൻ മീഡിയൽ മോഡേൺ എന്ന് അങ്ങനൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് സിലബസ് കാണുമ്പോൾ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഏകദേശം എത്രയാണ് ഇതിൻ്റെ ഒരു കട്ട് ഓഫ് വരുന്നത്? കട്ട് ഓഫ് അനാലിസിസ് കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ഒരു അടിപൊളി കട്ട് ഓഫ് അനാലിസിസ് വീഡിയോ അരുമ്പാലം മാഷ് പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പര് പറഞ്ഞുതരും ഓരോ വർഷത്തെയും കട്ട് ഓഫിന്റെ ട്രെൻഡ് എന്താണെന്നുള്ളത് മൂപ്പര് പറഞ്ഞുതരും. നമുക്കൊരു റോ സ്കോർ 60 to 65 ടാർഗറ്റ് ചെയ്യാം. 75 റോ സ്കോർ 60 to 65 ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, റോ സ്കോർ ആണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ടാകും, പിന്നെ നോർമലൈസ്ഡ് സ്കോർ 76 വന്നു. അതെങ്ങനെ 75 76 വന്നു? അതാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റോ സ്കോർ നമുക്കൊരു 60-65 ടാർഗറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ടയർ 1 ക്ലിയർ ആയി, നിങ്ങൾ ടയർ 2ലേക്ക് പോകണം. ടയർ 2 2 പാർട്ടായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. 2 പാർട്ട് അല്ലെങ്കിൽ 2 പേപ്പേഴ്സ് ആയിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ആദ്യത്തേതിൽ QA, മാത്തമാറ്റിക്സ്, റീസണിങ്, പിന്നെ ബേസിക് സയൻസ്. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നാണ്. അപ്പോൾ ചെറിയൊരു സിലബസിന് വേരിയേഷൻ ഉണ്ട്. രണ്ടാമത്തേത് പ്യുവർലി ടെക്നിക്കലാണ്. നിങ്ങൾ ഏത് ട്രേഡാണോ ചൂസ് ചെയ്യുന്നത്, നിങ്ങൾ ഇലക്ട്രിക്കലാണോ, ഇലക്ട്രോണിക്സ് ആണോ, മെക്കാനിക്കലാണോ, അതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, ആ ട്രേഡിനെ സംബന്ധിക്കുന്ന പരീക്ഷയായിരിക്കും. 75 ചോദ്യങ്ങൾ, 75 മാർക്ക്. പക്ഷെ പറയട്ടെ, പാർട്ട് B ഈസ് ക്വാളിഫയിങ് ഇൻ നേച്ചർ. ക്വാളിഫയിങ് മാർക്കാണ് അവർ നമ്മളോട് കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ അതിന് ക്വാളിഫൈ ചെയ്യണം. നിങ്ങളുടെ ബേസിക് ടെക്നിക്കൽ നോളജ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതിൻ്റെ കൂടെ ഇവിടെയായിരിക്കണം നിങ്ങളുടെ പെർഫോമൻസ് മാക്സിമം വേണ്ടത്. അപ്പോൾ ALP എന്നൊരു പരീക്ഷ ക്ലിയർ ആകണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കമാൻഡ് വേണ്ടുന്ന 3 വിഷയങ്ങൾ: റീസണിങ്, മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ സയൻസ്. ക്ലിയർ ആണോ?
ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അതിൻ്റെ സിലബസും ഞാനിവിടെ തന്നിട്ടുണ്ട്. പിന്നെയാണ് CBAT പരീക്ഷ വരുന്നത്. ഇത് ട്രേഡ് റിലവൻറ്റ് ട്രേഡാണ്. ഇതിൽ ഏതൊക്കെ ട്രേഡിനാണ് നിങ്ങൾ എലിജിബിൾ നോക്കുക, അതിനനുസരിച്ച് അപ്ലൈ ചെയ്യുക. ഡിഗ്രി ഡിപ്ലോമക്കാരോ ITIക്കാരോ നിങ്ങളുടെ ട്രേഡിനനുസരിച്ചിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക കേട്ടോ. എന്നിട്ട് അപ്ലൈ ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാമെന്ന് പറയാം. സ്റ്റഡി പ്ലാൻ അപ്പം നമുക്കറിയാം മെയ് 15 നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-12 ദിവസത്തിന് മുകളിൽ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അടുത്ത 10 ദിവസത്തിൽ നിങ്ങൾ ആരും ആകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബിഗിനർ ആകട്ടെ, ആദ്യമായിട്ട് ഈ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടിയാകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി എഴുതി കഴിഞ്ഞ ചെറിയൊരു കട്ട് ഓഫിന് പോയ വ്യക്തിയാകട്ടെ, അടുത്ത 10 ദിവസത്തിൽ നിങ്ങളുടെ സമയം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ അനാലിസിന് വേണ്ടി മാറ്റിവെക്കുക. കഴിഞ്ഞ 3 വർഷങ്ങളിൽ നടന്ന പേപ്പറിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഷിഫ്റ്റുകളും, കഴിഞ്ഞ 3 വർഷം എന്നല്ല, ഞാനത് പറഞ്ഞതിൽ മിസ്റ്റേക്കാണ്, കഴിഞ്ഞ 3 തവണ നടന്ന പരീക്ഷ എന്നാണ് പറയുന്നത്. ഇപ്പോഴാണല്ലോ വർഷാവർഷം പരീക്ഷ വന്നു തുടങ്ങിയത്. അപ്പോൾ മിനിമം 3 തവണയെങ്കിലും നടന്ന 2026 മുന്നേ നടന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3 പരീക്ഷകളെ പറ്റുന്ന എല്ലാ ഷിഫ്റ്റുകളുടെയും റെസ്പോൺസ് ഷീറ്റുകൾ ചുമ്മാ ഗൂഗിൾ ചെയ്താൽ കിട്ടും, കുറേ ടെലിഗ്രാം ഗ്രൂപ്പിൽ കിട്ടും. ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ അനാലിസിസ് നിങ്ങൾ നടത്തുക. അതായത് ട്രൈ ടു സോൾവ് അതിനെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യം നമുക്ക് CBT 1 വെച്ചിട്ട് തുടങ്ങാം, എന്നിട്ട് CBT 2ലേക്ക് പോകാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ചില ഏരിയാസ് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടും, അതെൻ്റെ സ്ട്രെങ്ത് ആണ്. ചില ഏരിയാസ് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, അതെൻ്റെ വീക്ക്നെസ് ആണ്. അതായത് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള റീസണിങ്, QA അഥവാ മാത്തമാറ്റിക്സ്, ജനറൽ സയൻസിലെ നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആണ് നിങ്ങൾ ആദ്യം കാണേണ്ടത്. ക്ലിയർ ആണോ? ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ അവസാനത്തേക്ക് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ സ്ട്രെങ്ത്, ഇതാണ് എൻ്റെ വീക്ക്നെസ്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? എന്താ ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ? നിങ്ങൾ കഴിഞ്ഞ തവണ ഓൾറെഡി അറ്റംപ്റ്റ് കൊടുത്ത ഒരു എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ അത്യാവശ്യം കണ്ടന്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലായി. ദെൻ യു ക്യാൻ മേക്ക് സ്ട്രാറ്റജി ഫോർ ഈച്ച് സബ്ജക്ട്. QAയിൽ എൻ്റെ വീക്ക് ഏരിയാസ് എന്നതൊക്കെയാണ്, റീസണിങ്ങിൽ എൻ്റെ വീക്ക് ഏരിയാസ് എന്നതൊക്കെയാണ്, ജനറൽ സയൻസിൽ ഇവിടെയാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ജനറൽ അവയർനെസ് നിങ്ങൾക്ക് റിവിഷൻ മാത്രം മതി, റിവിഷൻ പ്ലസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം മതി. അതുകൊണ്ട് 10ൽ 10 കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് കിട്ടാവുന്നതാണ് ഏറ്റവും മാക്സിമം ഉള്ള സാധനം. ഞാൻ ചോദ്യങ്ങൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് വരാം. ആ എവിടെ നിന്ന് വേണമെങ്കിലും വരുന്നതിൻ്റെ പേരിൽ നിങ്ങൾ NTPC പരീക്ഷയ്ക്കോ ഗ്രാജുവേറ്റോ അണ്ടർ ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ CGLനോ എടുത്ത് പഠിക്കുന്ന പോലെ കംപ്ലീറ്റ് ജനറൽ അവയർനെസ് പ്ലസ് കറണ്ട് അഫയേഴ്സ് പഠിക്കാനൊന്നും നടക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ ഏകദേശം ഒരു 12 മാസം, പറ്റുമെങ്കിൽ 12 മാസം കറണ്ട് അഫയേഴ്സ് അനുഷ്ഠ ടീച്ചറിൻ്റെ ക്ലാസ് അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന സോഴ്സ് എന്താണോ അത് നോക്കിയിട്ട് അതിൻ്റെ റിവിഷൻ നടത്തുക. നമ്മുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെയും റിവിഷൻ നടത്തുക. ബിക്കോസ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നോട്ടുണ്ട്. അതിനുശേഷം കഴിഞ്ഞ തവണ നിങ്ങൾ ട്രേഡ് പരീക്ഷയ്ക്ക് പോയപ്പോൾ ഉള്ള മിസ്റ്റേക്ക് എന്തായിരുന്നു? പഠിക്കാതെ പോയതാണോ പ്രശ്നം? കൃത്യമായിട്ട് പഠിച്ചിരുന്നോ? കിട്ടിയിരുന്നോ? എളുപ്പമായിരുന്നോ? ആ ഭാഗത്ത് എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് അത് ചെയ്യുക. ഇതാണ് ഒരു എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റിനോട് എനിക്ക് പറയാനുള്ളത്. ഇഫ് യു ആർ എ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഈ പണി ചെയ്യണം. ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നത് തൊട്ട് നോട്ടിഫിക്കേഷൻ വരെയുള്ള സമയം വരെ നിങ്ങൾ ഈ പണി ചെയ്യണം. അതിനുശേഷം ഇഫ് യു ആർ എ ബിഗിനർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുക. ഒരു ടെസ്റ്റ് ടേക്കിംഗ് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഒരു ലൈവ് മോക്കോ അല്ലെങ്കിൽ ഒരു PYQ മോക്കോ എടുക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എനിക്ക് ഇത് ഒറ്റയ്ക്ക് പറ്റുമോ, ഞാനത് സെൽഫ് സഫീഷ്യൻ്റ് ആണോ, എൻ്റെ കയ്യിൽ അതിനുള്ള കണ്ടന്റ് ഉണ്ടോ, ഇല്ല ഞാൻ ഏതെങ്കിലും ക്ലാസ്സസിൽ ജോയിൻ ചെയ്യണോ. അപ്പോഴും നിങ്ങൾ പാരലലി എന്ത് വർക്ക് ചെയ്യണം? ഈ വർക്ക് ചെയ്യണം. ഇവിടെ ഞാനൊരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞുതരാം. അജയ് മാഷ് നിങ്ങളോട് പറയാനായിട്ട് എടുത്തു പറഞ്ഞാണ്, ജനറൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ NCERT വേണം. 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ജനറൽ സയൻസിൻ്റെ NCERT നിങ്ങൾക്ക് നല്ലപോലെ വായിക്കാൻ സാധിക്കുമെങ്കിൽ, മനസ്സിലാക്കി വായിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ജനറൽ സയൻസിൻ്റെ ഏറ്റവും വലിയ കീ ഏരിയ എന്നാണ് മൂപ്പർ പറഞ്ഞത്. 10ാം ക്ലാസ്സിലെ ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. 8, 9, 10 വായിച്ചാൽ അത്യുത്തമം എന്നാണ് മൂപ്പർ പറഞ്ഞത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി മനസ്സിലായി, നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലായി. നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാകട്ടെ, നിങ്ങൾ ബിഗിനർ ആകട്ടെ, നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീക്ക്ലി പ്ലാൻ ഉണ്ടാക്കുക. ഒരിക്കലും പോയിട്ട് മന്ത്ലി പ്ലാൻ ഉണ്ടാക്കാൻ നിൽക്കരുത്. കാരണം മന്ത്ലി പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 5 ദിവസം കൊടുക്കും, ആ മന്ത്ലി പ്ലാൻ നമ്മളോട് ചെയ്യുമില്ല. അപ്പോൾ ഒരു വീക്ക്ലി പ്ലാൻ ആക്കുക. വീക്ക്ലി പ്ലാൻ സക്സസ്ഫുള്ളി വരുമ്പോൾ നമുക്ക് പതുക്കെ മന്ത്ലി പ്ലാനിലേക്ക് പോകാം. അപ്പോൾ അത്യാവശ്യം പ്ലാൻ ഉണ്ടാക്കി അത് എഫിഷ്യൻ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി പ്ലാൻ അല്ലെങ്കിൽ ഒരു 2 മാസത്തെ പ്ലാൻ, പിന്നെ അതിനെ നമുക്ക് കുറച്ച് ഡെയിലി പ്ലാനിലേക്ക് കൊണ്ടുവരാം. ഈ വീക്ക്ലി പ്ലാനിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്കൊരു ഡെയിലി അവർ ടാർഗറ്റ് വേണം. മൊത്തമായിട്ട് ഇരുന്ന് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു 9-10 മണിക്കൂറെങ്കിലും പഠിക്കാൻ ശ്രമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല, നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് 4 മണിക്കൂർ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്താണോ നിങ്ങൾക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ട് ടാർഗറ്റ് അത് വയ്ക്കുക. ഈ ആഴ്ചയിൽ ഞാൻ എത്ര മോക്ക് ടെസ്റ്റ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്,
ഈ ആഴ്ചയിൽ ഞാൻ എത്ര മോക്ക് ടെസ്റ്റ് എടുക്കും. അതിന് രണ്ടായിട്ട് തരം തിരിച്ചോളൂ. ഒരു ഫുൾ മോക്ക്, പിന്നെ ഒരു സെക്ഷണൽ മോക്ക്. ഒന്നോ എന്നല്ല കേട്ടോ, മോക്സ്. ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം അത്യാവശ്യം കണ്ടന്റ് ഉള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മോക്കിൽ ഫോക്കസ് ചെയ്യാം. ആഴ്ചയിൽ ഞാൻ 2 അല്ലെങ്കിൽ 3 മോക്ക് എടുക്കും. എനിക്ക് ചെറിയ കട്ട് ഓഫിനാണ് പോയത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് ആദ്യം സെക്ഷണൽ മോക്കിലേക്ക് പോവുക. ഫുൾ മോക്കിന്റെ എണ്ണം കുറയ്ക്കുക. സെക്ഷണൽ മോക്ക്, അതായത് സബ്ജക്ട് വൈസ് മോക്ക് നിങ്ങൾ എടുക്കുക. QA എടുക്കുക. QA തന്നെ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുത്തോളൂ കേട്ടോ. ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ എടുത്തോളൂ. അങ്ങനെ കൃത്യമായിട്ട് ഒരു ടാർഗറ്റ് നിങ്ങൾ വയ്ക്കുക. ഇത്രയാണ് ഞാൻ ഒരു ദിവസം പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ ഓരോ സബ്ജക്റ്റിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് കീറി മുറിക്കാൻ ഞാനിപ്പോൾ പറയുന്നില്ല. അതായത് QA എടുത്തു, QAയിൽ പെർസെൻറ്റേജ് എടുത്തു, നാളെ മുതൽ 1 മണിക്കൂർ പെർസെൻറ്റേജ്. നിലവിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. നിലവിൽ നിങ്ങൾ നിങ്ങളുടെ വീക്ക്നെസ് മനസ്സിലാക്കുക. നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ പിന്നെ ആദ്യം തൊട്ടേ തുടങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് ഏരിയയിൽ മാത്രം വർക്ക് ചെയ്താൽ മതി. അത് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. ആ വീക്ക് ഏരിയയിൽ വർക്ക് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അടുത്ത 10 ദിവസം പ്ലീസ് ഫോക്കസ് ഓൺ ദ PYQs അല്ലെങ്കിൽ എക്സാം അനാലിസിസ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും നിങ്ങൾ ആദ്യം ഞാൻ പെർസെൻറ്റേജ് ചെയ്യാം, പിന്നത്തെ ദിവസം ഞാൻ ഇത് ചെയ്യാം, പിന്നെ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു പ്ലാൻ ആക്കാൻ ഒരാൾ നിങ്ങളായിട്ടില്ല. ബിക്കോസ് യു ആർ എ ബിഗിനർ. ഞാൻ ജഡ്ജ് ചെയ്യുന്നതല്ല, അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എഗെയിൻ നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് മനസ്സിലാക്കി വെക്കുക. അതിനനുസരിച്ച് പതുക്കെ ഒരു സെക്ഷനിൽ നമുക്ക് നിങ്ങൾക്ക് എടുത്ത് തുടങ്ങാം. അല്ലെങ്കിൽ പതുക്കെ ഒറ്റയ്ക്ക് പഠിക്കാൻ യൂട്യൂബിലൊക്കെ ക്ലാസ്സുകളുണ്ട്, അത് നോക്കി ഞാൻ പഠിച്ചോളാം എന്നാണെങ്കിൽ അതിനനുസരിച്ച് ഒരു ടാർഗറ്റ് വെക്കുക. പെർസെൻറ്റേജിന് ഞാൻ 3 ദിവസം കാണണം. അപ്പം ഞാൻ ഈ 3 ദിവസത്തിൽ പഠിക്കുന്നു. 3 ദിവസം ഇത്രയും ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കുന്നു. പെർസെൻറ്റേജ് പഠിക്കുന്നതിൻ്റെ കൂടെ ഞാൻ ജനറൽ സയൻസിൻ്റെ NCERTയുടെ ഇത്ര ചാപ്റ്റർ വായിക്കും. അതാണ് അന്നത്തെ ദിവസം. അടുത്ത ദിവസം ഞാൻ റീസണിങ്ങിൻ്റെ 2 മോക്ക് എടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ജനറൽ സയൻസിൻ്റെ NCERTയുടെ മറ്റൊരു വിഷയത്തിൻ്റെ ഒരു ചാപ്റ്റർ വായിക്കും. ക്ലിയർ ആണോ? അങ്ങനെയാണ് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പ്രിപ്പറേഷനിലെ ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇൻഫർമേഷൻ ഒരുപാട് കൂടുതൽ അവൈലബിൾ ആണ്. അധികമായാൽ അമൃതും വിഷമെന്നാണല്ലോ. പലരും പറയും എനിക്ക് എവിടെ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ 10 സോഴ്സുകൾ ഉണ്ടെങ്കിൽ 10 സോഴ്സിൽ നിന്നും 10 പുതിയ ഇൻഫർമേഷൻ കിട്ടും. അത് ഉറപ്പാണ്. എന്ന് കരുതി 10 സോഴ്സിനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? അപ്പം നമ്മൾ ഒന്നിൽ പോലും ഫോക്കസ് ചെയ്യില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ജെനുവൻ ആയിട്ട് തോന്നുന്ന, ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്ന 1 അല്ലെങ്കിൽ 2 സോഴ്സുകളെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. 1 അല്ലെങ്കിൽ 2 സോഴ്സുകൾ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെഗുലർ ക്ലാസ്സുകൾ അവിടെ നിന്ന് കിട്ടണം. നിങ്ങൾക്ക് റെഗുലർ പ്രാക്ടീസിനുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടണം. അപ്പോൾ നിങ്ങളൊരു അഡ്വാൻസ്ഡ് ലെവലിൽ നിൽക്കുന്ന കുട്ടിയാണ്, ഒറ്റയ്ക്ക് പഠിച്ചു പോകാൻ വേണ്ടി പറ്റുമെങ്കിൽ നിങ്ങൾ മോക്കൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ അനാലിസിസ് അയച്ചു തന്നോളൂ, ടെലിഗ്രാമിൽ അയച്ചു തന്നോളൂ. ഞങ്ങൾ പറ്റുന്ന പോലെ നിങ്ങളെ സഹായിക്കാം. അല്ല, നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സൈലത്തിനെ ട്രസ്റ്റ് ചെയ്യാം. ഇഫ് യു ആർ എ ബിഗിനർ ഓൾസോ നിങ്ങൾക്ക് സൈലത്തിനെ ട്രസ്റ്റ് ചെയ്യാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് റെഗുലറായിട്ട് RRB ALPയിൽ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് സൈലം എന്നുള്ളത് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ വീണ്ടും പറയട്ടെ, നിലവിൽ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് CBT 1 മാത്രമാണ്. അതായത് CBT 2 എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ട്രേഡ് ഉൾപ്പെടുന്ന സാധനത്തിനുള്ള ക്ലാസ് നിലവിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള പോർഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ QA ആകട്ടെ, അല്ലെങ്കിൽ ജനറൽ സയൻസ് ആകട്ടെ, അല്ലെങ്കിൽ റീസണിങ് ആകട്ടെ, ഇതൊക്കെ ഏകദേശം CBT 1 CBT 2 ഏകദേശം സെയിം. ചില ലെവൽ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് മാത്രം. ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യും. ക്ലിയർ ആണോ? അപ്പോൾ RRB ALPയുമായിട്ട് ബന്ധപ്പെട്ട് സൈലം തുടങ്ങിയ ഏറ്റവും പുതിയ ബാച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ലൈവ് ക്ലാസ്സുകൾ മാത്രമായിരിക്കില്ല, ലൈവ് പ്ലസ് റെക്കോർഡ് ആയിരിക്കും. അതായത് നിങ്ങൾ കാണുന്ന എല്ലാ ക്ലാസ്സുകളും റെക്കോർഡായിട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും. എന്നാൽ ചില ക്ലാസ്സുകൾ ഇപ്പോൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അത് നിങ്ങളെല്ലാം ലൈവ് ഇരുന്ന് കണ്ട് ഡിസ്കഷൻ നടത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ബാക്കിയുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് ലൈവ് കാണാം. ഇതിൻ്റെ റെക്കോർഡ് കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിവിഷൻ നടത്താം. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ 3-4 വർഷത്തെ ചോദ്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറഞ്ഞില്ലേ? അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്ത ആ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ RRB കഴിഞ്ഞ വർഷം, അതിന് മുന്നത്തെ വർഷം, അങ്ങനെ 2-3 വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ക്ലാസ്സുകൾ കണ്ടിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ 10 മാർക്കിന് നിങ്ങൾക്ക് അത് ആവശ്യത്തിൽ കൂടുതൽ മതിയാകും. അപ്പോൾ ഓൾറെഡി ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞ് ദിവസം 2 മുതൽ 3 ക്ലാസ് വരെ പോകുന്നത്. ആഴ്ചയിൽ 5-6 ദിവസം ക്ലാസ്സുകൾ ഉണ്ടാകും. 7ാമത്തെ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ടെക്നിക്കൽ ട്രേഡിലെ ആ ട്രേഡിനെ പറ്റി പതുക്കെ വായിച്ചു തുടങ്ങാം. അപ്പോൾ 6 മാസം വാലിഡിറ്റി ഉള്ള ഈ ക്ലാസ്സിൻ്റെ വില എന്ന് പറയുന്നത്, പ്രൈസ് എന്ന് പറയുന്ന ഈ കോഴ്സിൻ്റെ 3000 രൂപയിൽ താഴെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നമുക്ക് ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ എടുക്കാൻ സാധിക്കണം, സബ്ജക്ട് വൈസ് ടെസ്റ്റുകൾ എടുക്കാൻ സാധിക്കണം, ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ എടുക്കാൻ സാധിക്കണം. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു
പ്രൈസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നേരെ സൈലത്തിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിൽ RRB എന്നൊരു കാറ്റഗറി എടുക്കുക. അതിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? RRB LP CBT 1 ബാച്ച്. സിമ്പിളായിട്ട് അങ്ങനെ ജോയിൻ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ബാച്ചിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിക്കാം. 8714418777. ഈ ബാച്ച് എന്താണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. വീണ്ടും പറയട്ടെ, അത്യാവശ്യം നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളല്ല RRB LPയിൽ വന്നിട്ടുള്ളത്. നമുക്ക് ചെറിയ കട്ട് ഓഫിന് മിസ്സായ ഒരുപാട് പേര് കഴിഞ്ഞ വർഷം ഉണ്ട്. അവരൊക്കെ ഈ വർഷം കയറും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ യോഗ്യത നിങ്ങൾ നോക്കുക. ഈ ഒരു ടെക്നിക്കൽ യോഗ്യതയുള്ള ആളുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ് ജോലിയിലേക്ക് എത്താൻ, റെയിൽവേ ജോലിയിലേക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ജോലികളിൽ ഒന്ന് ഇതാണ്. പിന്നെ നമുക്ക് JEE ഉണ്ട്. നിലവിൽ ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ശ്രമിക്കുക. ഒരു അടിപൊളി ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുക. ആ ശ്രമത്തിൽ ഞങ്ങൾക്ക് അക്കാഡമിക്കലി എന്ത് ചെയ്യാൻ കഴിയുമോ അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നും മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാ തവണയും പറയുന്ന പോലെ ഒരിക്കൽ കൂടെ പറയട്ടെ, ഓൾ ദ ബെസ്റ്റ്. എത്രയും പെട്ടെന്ന് ഇഷ്ടമുള്ളൊരു ജോലിയിലേക്ക് എത്താനായി സാധിക്കട്ടെ. ഞങ്ങൾ കഴിയുന്ന പോലെ ഞങ്ങളും ആ ശ്രമത്തിൻ്റെ ഭാഗമാകാം. അപ്പോൾ മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ.